റിജിൽ മാക്കുറ്റി ഗോവിന്ദച്ചാമിയെ പിടികൂടിയ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. റിജിൽ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ച ആ സെല്ലിന്റെ ദൃശ്യങ്ങളാണ്. അതിൽ എത്ര മാസം പ്രയത്നിച്ചാണ് ആ കമ്പികളൊക്കെ മുറിച്ചു മാറ്റാൻ ശ്രമിച്ചതെന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. എന്നിട്ട് മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നിടത്തൊക്കെ നൂല് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നോക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആഭ്യന്തര വകുപ്പ് ദ്രവിച്ച് കിടക്കുകയാണ് എന്നുകൂടി ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. റിജിൽ, തീർച്ചയായിട്ടും ഞാൻ യാത്രയിലാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഒരു പ്രതി, പ്രത്യേകിച്ച് ഗോവിന്ദസ്വാമിയെ പോലെയുള്ള ഒരു പ്രതി ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ 8 മാസമായി അവിടെ നടത്തുമ്പോഴും ഇത് കാണാതെ കേൾക്കാതെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിനകത്ത് ഉള്ളത് എന്ന് പറയുമ്പോൾ ലജ്ജിക്ക് തളരാൻ തന്നെ പറ്റും. പ്രത്യേകിച്ച് ഗോവിന്ദസ്വാമി എന്ന് പറയുന്നത് നൊട്ടോറിയസ് ക്രിമിനലാണ്. ആ ക്രിമിനലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഒരാൾക്ക് പോലും അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അവിടെ പിന്നെ CCTV പരിശോധിക്കാനോ ഒന്നും സാധിക്കില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പും ചെയ്യുന്നത്? ഇങ്ങനെ സർക്കാരിന്റെ ജനങ്ങളുടെ നികുതി പണം വാങ്ങി പിന്നെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് പണിയാണ് അവിടെ? ഇത് നിയന്ത്രിക്കാൻ ഒരു സംവിധാനമുണ്ടോ? ഇത് ആദ്യമായിട്ടല്ലല്ലോ. കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഗോവിന്ദച്ചാമി നൽകിയ മൊഴി അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള പരിഹാസമാണ്. ഞാൻ പാത്രം എറിഞ്ഞു, ഞാൻ ഗ്ലാസ് എറിഞ്ഞു, തിരിഞ്ഞു നോക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ജയിൽ ചാടാമെന്ന്. ഒരു കൊടും കുറ്റവാളി പറയുകയാണ്. നമ്മുടെ ഇവിടെയുള്ള സിസ്റ്റത്തിന്റെ പോരായ്മകൾ ഒരു കുറ്റവാളി തുറന്നു കാണിക്കുകയാണ്. അതാണ് പറയുന്നത്. സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് അവിടെ കുറ്റവാളികളായി പ്രതികൾ ശിക്ഷിക്കപ്പെട്ട രാജാക്കന്മാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വൃത്യന്മാരുമാണ്. അവിടെ നിയന്ത്രിക്കുന്നത്, അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു തരത്തിലുള്ള നിയന്ത്രണമില്ല. ഭാഗ്യശക്തികളാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനമായ CPM ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വമാണ് അവിടെയുള്ള ജയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ജയിലിൽ നടക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നു. പ്രധാനപ്പെട്ട ബ്ലോക്കുകളിൽ അവിടെ പ്രതികൾ നിൽക്കുന്ന ആളുകൾക്ക് അൽഫാം വേണം അൽഫാം, പിന്നെ ഷവായി വേണം ഷവായി, പ്രത്യേക കിച്ചൺ സംവിധാനമാണ്. അതോടെ കഞ്ചാവും MDM ഉൾപ്പെടെ മയക്കുമരുന്ന് സംവിധാനങ്ങൾ അവിടെ നിന്ന് ആർക്കും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നിയന്ത്രിക്കുന്നത് പുറത്തുള്ള ശക്തികൾ. വളരെയധികം നന്ദി ശ്രീ റിജിൽ മാക്കുറ്റിയെ പ്രതികരിച്ചു.